ഹായ് ഫ്രണ്ട്സ്, അമേരിക്കയിൽ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ മിയാമി. അപ്പം മിയാമിയിൽ വന്നപ്പോൾ ഞങ്ങൾ താമസിച്ച വീടാണിത്. മിയാമിയിലത്തെ വ്ളോഗും വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞങ്ങളിവിടെ ഒരു എയർബിഎൻബിയിലാണ് താമസിച്ചത്. ബീച്ചിന് അത്ര അടുത്തൊന്നുമല്ല, ബീച്ചിനടുത്തും ഇതുപോലുള്ള ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇവിടെ എയർബിഎൻബി ആകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ കാണുന്ന നല്ലൊരു ഹാളാണ്. അവിടെ ഇരിക്കാനായിട്ട് ചെറിയൊരു സോഫ, ഡൈനിങ് ടേബിൾ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതിനടുത്തായിട്ട് തന്നെയാണ് കിച്ചൺ വരുന്നത്. കിച്ചണിലായാലും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും സ്പൂണ്, കയ്യില്, അതുപോലെ പാന്, പിന്നെ കോഫി മേക്കർ, കത്തി, കട്ടിംഗ് ടേബിൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ മൈക്രോവേവ് ഓവനും ഉണ്ട്, ഫ്രിഡ്ജും ഉണ്ട്. കിച്ചണിൽ തന്നെ ചെറിയൊരു ഡൈനിങ് ടേബിൾ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇതാണ് കോഫി മേക്കർ. അപ്പം അതിനടുത്തുള്ള കബോർഡിൽ തന്നെ ഷുഗറും കോഫി പൗഡറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനപ്പുറത്തെ കബോർഡിൽ ഗ്ലാസ്സുകൾ ഉണ്ടായിരുന്നു, പിന്നെ പ്ലേറ്റ്, ചെറിയ ചെറിയ കപ്പുകൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇതൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് തുറന്നു നോക്കിയായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് ചെറിയ രീതിയിൽ കുക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അതിനാവശ്യമായിട്ടുള്ള തിങ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബ്രെഡ്, അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പാല്, പിന്നെ മുട്ട. നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. 2 ബെഡ്റൂമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബെഡ്റൂമിൽ ഒരു ബെഡ് കൂടാതെ ബങ്ക് ബെഡും കൂടി വരുന്നുണ്ട് കിടക്കാനായിട്ട്, കുട്ടികൾക്കൊക്കെ എടുക്കാനായിട്ട്. പിന്നെ 2 ബെഡ്റൂമിലും ടിവിയും പിന്നെ ഷെൽഫും വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ തിങ്സ് ഒക്കെ വെക്കാനായിട്ട്. ഈ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ ട്വിൻ ബെഡാണുള്ളത്. പിന്നെ ടി വി ഉണ്ട്, പിന്നെ ഷെൽഫ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം അല്ല കേട്ടോ. അപ്പോൾ ബാത്റൂം പിന്നെ ഒരു കോമൺ ആയിട്ട് പുറത്തൊരു ബാത്റൂമാണ് വരുന്നത്. ഈ വീടിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട്. ഇത് ഞാൻ അടുത്ത ദിവസം രാവിലെയാണ് കണ്ടത്. നമുക്കിങ്ങനെ ഇരിക്കാനുള്ള ചെറിയ ചെറിയ ടേബിളും അതുപോലെ ഒരു ഊഞ്ഞാല് സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ഇവിടെ വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ഫീലായിരിക്കും തോന്നുന്നു. പിന്നെ ഇവിടെ തന്നെയാണ് വാഷറും ഡ്രയറും വരുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അലക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്യാം. നമ്മുടെ വീടിൻ്റെ ഉള്ളിലില്ല കേട്ടോ, ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ 3-4 ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ രാവിലെ കുറച്ച് നേരം ഇവിടെയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി, നല്ല രസമായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇവിടെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ആകെ ബിസി ആയിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്ന ദിവസം രാവിലെ ബാക്കി വന്ന ബ്രെഡൊക്കെ തീർക്കുമായിരുന്നു, എല്ലാം ഫിനിഷ് ചെയ്യായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ചുമ്മാ എടുത്തതാണ്. ഇതിപ്പോൾ നമ്മൾ എഗെയിൻ ബീച്ചിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഡേ നമുക്ക് ബോട്ട് ടൂറൊക്കെ ഉള്ള കാരണം ബീച്ചിൽ ഇറങ്ങാനൊന്നും പറ്റിയില്ല. ആ ഒരു വൈബ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കടലിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇറങ്ങാണ്ട് എങ്ങനെയാണ് പോകാല്ലേ. ഇവിടുത്തെ ബീച്ചൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, തീരെയൊന്നും അത്ര ഉണ്ടാവില്ല. അപ്പം നമുക്ക് അവിടെ ഇങ്ങനെ ഇറങ്ങി കളിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പം ഞങ്ങൾ രാവിലെ ഇവിടെ വന്നിരിക്കുന്നത്. രാവിലെ ആയ കാരണം നല്ല കാലിയായിട്ടുണ്ടായിരുന്നു, തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ അന്ന് വന്നപ്പം ഉച്ച കഴിഞ്ഞ് വന്നപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ബീച്ചിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു, നല്ല വെതറുമായിരുന്നു, ഒരു സമ്മർ വൈബായിരുന്നു. ഇപ്പോൾ ന്യൂ ജേഴ്സിയിൽ ഈ ഒരു സമയത്തൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു സമ്മർ വൈബായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എനിക്ക് ആ ഒരു കടലിൽ നിന്ന് ഇങ്ങനെ കയറി വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വേവ്സ് ഒന്നും ഇല്ലാത്ത കാരണം അങ്ങനെ വലിയ പേടിയില്ലായിരുന്നു, അത്ര ആഴമില്ല. അപ്പോൾ നല്ല രസമായിരുന്നു.
അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബീച്ചിൽ അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ ഈ മിയാമിയിലത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഫ്ലോറിഡയിലത്തെ കൂടുതൽ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.